വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ രാജീവ് ചന്ദ്രശേഖർ തന്നെ കക്ഷി നേതാവാക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അധികാര സ്ഥാനം വരുമെന്ന വാദമുന്നയിച്ചാണ് രാജീവിന്റെ മറുനീക്കം. വി മുരളീധരനെ കക്ഷി നേതാവാക്കാനായിരുന്നു കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയൊരു അഭിപ്രായം ഉന്നയിച്ചത്? ദിവ്യ, അതായത് കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 3 സീറ്റ് ലഭിച്ചതിന് ശേഷം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കാം എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നിരുന്നു. ഭൂരിഭാഗം അംഗങ്ങളുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. അതിനുശേഷം ഒരു തീരുമാനം, ഒരു ഔദ്യോഗികമായ തീരുമാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങനെ ഒരു കമ്മിറ്റി ചേർന്നതോ അല്ലെങ്കിൽ ഒരാളെ പേര് നിർദ്ദേശിക്കുകയോ ഒന്നും ചെയ്തില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത കേന്ദ്ര നേതൃത്വത്തിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു അഭിപ്രായമുണ്ടായിരുന്നു. വി മുരളീധരൻ കുറേ കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉള്ള ആളാണ്, പ്രവർത്തിച്ച് ഒരുപാട് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ കക്ഷി നേതാവായി വി മുരളീധരൻ വരുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം കോർ കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിഭാഗത്തിനും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിഭാഗത്തിനും ഒക്കെ ഉണ്ട്. പക്ഷേ നിലവിൽ ഇതുവരെയും അവർക്ക് കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്നത് തന്നെ കക്ഷി നേതാവാക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകും, അത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി താൻ പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ പ്രവർത്തനം ഒക്കെ കൊണ്ടാണ് 3 സീറ്റ് കേരളത്തിൽ ഇത്തവണ നേടാൻ കഴിഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. താൻ കൂടി നിയമസഭയിലുള്ളപ്പോൾ താനാണ് നിയമസഭാ കക്ഷി നേതാവായി വരേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് നിലവിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് നിലവിൽ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ചന്ദ്രശേഖരന്റെ ആവശ്യം എത്രത്തോളം പരിഗണിക്കപ്പെടാനിടയുണ്ട്? ഇത് വലിയ ബിജെപിക്കുള്ളിൽ തന്നെ വലിയ പോരിനല്ലേ കാരണമാവുക? തീർച്ചയായും നിലവിൽ കക്ഷി നേതാവില്ലാത്ത അവസ്ഥയാണ് ബി.ജെ.പിക്ക് ഉള്ളത്. നിയമസഭയിൽ 3 സീറ്റ് നേടി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടും ഒരു കക്ഷി നേതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഇന്ന് നിയമസഭ ചേർന്ന ഘട്ടത്തിൽ സ്പീക്കറെ തെരഞ്ഞെടുത്തതിനു ശേഷം കക്ഷി നേതാവ് പ്രസംഗിക്കണമായിരുന്നു. പ്രസംഗിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. വി മുരളീധരൻ പക്ഷം പറയുന്നത് നിയമസഭയിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങൾ, അത് പെട്ടെന്നുണ്ടാകുന്ന പല വിഷയങ്ങളും ഉണ്ടാകും. അതിലൊക്കെ ഇടപെടാൻ രാജീവ് ചന്ദ്രശേഖറിന് ചില പരിമിതികളുണ്ട്. ആ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന അതിനപ്പുറം സ്പോണ്ടേനിയസായി ഉണ്ടാകുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. വി മുരളീധരനാണെങ്കിൽ കേരളത്തിൽ പ്രവർത്തിച്ച് വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു പരിചയ സമ്പത്ത് അത് മുതലെടുക്കണം. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ബി.ജെ.പിക്ക് കൂടുതൽ ശക്തി ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് വി മുരളീധരൻ പക്ഷവും ഒപ്പം തന്നെ ഭൂരിഭാഗം കോർ കമ്മിറ്റി അംഗങ്ങളും ഒപ്പം തന്നെ നേതാക്കളും ഒക്കെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ നേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ അത് കേന്ദ്ര നേതൃത്വം തന്നെ തീരുമാനമെടുക്കണം. നേരത്തെ കേന്ദ്ര നേതൃത്വത്തിനും വി മുരളീധരൻ തന്നെ വരട്ടെ എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് നിലവിൽ പൂർണ്ണമായും അംഗീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകാത്തതാണ് പ്രധാന കാരണം. രാജീവ് ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെയും ഒരു കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്തിമ തീരുമാനം ഇനി കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ബി.ജെ.പിയിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വി മുരളീധരനല്ല, താൻ തന്നെയാണ് കക്ഷി നേതാവ് എന്ന് ഉന്നയിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്. മറ്റു